എരിയും സ്നേഹാർദ്രമാമെൻ്റെ ജീവിതത്തിൻ്റെ തിരിയിൽ ജ്വലിക്കട്ടെ. ഞാൻ ബെർട്ടോൾട്ട് ബ്രെഹ്ത്, കറുത്ത വനങ്ങളിൽ നിന്ന് വന്നവൻ. വയറ്റിൽ ചുമന്നുകൊണ്ട് അമ്മ എന്നെ നഗരങ്ങളിലേക്ക് കൊണ്ടുവന്നു. കാടിൻ്റെ ആ തണുപ്പ് മരണം വരെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. വരാനിരിക്കുന്ന ഭൂകമ്പങ്ങളിൽ അസ്വസ്ഥനായാലും ഇല്ലെങ്കിലും എൻ്റെ ചുരുട്ട് കത്തിച്ചു വയ്ക്കാൻ ഞാൻ ആശിക്കുന്നു. ഏറെക്കാലം മുമ്പ് കറുത്ത വനങ്ങളിൽ നിന്നും കീൽ പൂശിയ നഗരങ്ങളിലേക്ക് അമ്മ തൻ്റെ വയറ്റിനുള്ളിൽ ചുമന്നുകൊണ്ടുവന്ന ഞാൻ ബെർട്ടോൾട്ട് ബ്രെഹ്ത്. സമർപ്പണവും ഇച്ഛാശക്തിയും ജീവിതവ്രതമാക്കി മാറ്റുന്നവർ ഇതാ ഇങ്ങനെയാണ്. അവരുടെ ശിരസിൽ വിജ്ഞാനം കിരീടമാകുന്നു, വിനയം മുത്തുകളേക്കാൾ വലിയ അലങ്കാരവും. അതെ, കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ഇന്ത്യൻ നാടകവേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രൊഫസർ കുമാരവർമ്മയുടെ ജീവിതം പൂർവ്വ മാതൃകകളില്ലാത്ത ഒരൊറ്റ തിരിഞ്ഞു നടക്കലാണ്. നാടകം എന്ന രംഗകലയുടെ ആന്തരികവും ബാഹ്യവുമായ ശക്തിയും പരിമിതിയും തിരിച്ചറിഞ്ഞ് അനുഭവസമ്പന്നനായ സംവിധായകൻ, അധ്യാപകൻ, അതാണ് പ്രൊഫസർ കുമാരവർമ്മ. മലയാള ഭാഷാ ചരിത്രത്തിൽ കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയുടെ തറവാടായ മാവേലിക്കരയിലെ ശാരദാ മന്ദിരത്തിലാണ് 1945 ഏപ്രിൽ മാസം 17 കുമാരവർമ്മ ജനിച്ചത്. AR രാജരാജവർമ്മയുടെ ചെറുമകളായ മാലതി ദേവിയാണ് കുമാരവർമ്മയുടെ അമ്മ. അച്ഛൻ ഗോദവർമ്മ കിളിമാനൂർ കൊട്ടാരത്തിലെ പ്രസിദ്ധ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പിൻതലമുറക്കാരനാണ്. രാജ്യം ക്വിറ്റ് ഇന്ത്യ സമരവും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുമായി തിളച്ചുമറിയുന്ന കാലത്താണ് കുമാരവർമ്മയുടെ ജനനം. അതുപോലെ 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയവും. കുമാരവർമ്മയുടെ അമ്മ മാലതി ദേവി തികഞ്ഞ ഒരു ഗാന്ധിയനായിരുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് പഠിപ്പ് ഉപേക്ഷിച്ച് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കുകൊണ്ടതിന് വർമ്മയുടെ അമ്മാവനായ മുൻ കേന്ദ്രമന്ത്രി രവീന്ദ്രവർമ്മ അന്ന് ജയിലിലായിരുന്നു. അങ്ങനെ ഗാന്ധിയൻ ചിന്തകൾക്കൊപ്പം കലയും സാഹിത്യവുമൊക്കെ കുമാരവർമ്മയ്ക്ക് പാരമ്പര്യമായി തന്നെ ലഭിച്ചു. അമ്മ ചർക്കയിൽ സ്വന്തം കൈകൊണ്ട് നെയ്ത നൂൽ കൊടുത്ത് കിട്ടുന്ന വസ്ത്രങ്ങളാണ് ആ കുടുംബത്തിലെ 4 അംഗങ്ങൾ ധരിച്ചിരുന്നത്. രാഷ്ട്രീയമായ അന്നത്തെ പ്രതിഷേധത്തിൻ്റെ പ്രതീകമായിരുന്നു ഖദർ വസ്ത്രങ്ങൾ. സാമുദായികമായ സ്വീകാര്യത പൊതുവെ അന്ന് അതിനുണ്ടായിരുന്നില്ല. എല്ലാ എതിർപ്പുകളുടെയും മുന്നിൽ പതറാതെ നിന്ന അമ്മയുടെ പ്രതിബദ്ധതയാണ് തൻ്റെ കലാജീവിതത്തിലും എന്നും പ്രേരക ശക്തിയായതെന്ന് കുമാരവർമ്മ ഓർക്കുന്നു. ആടുവോമേ പള്ളി പാടുവോമേ ആനന്ദ സുതന്ത്രം
കുമാരവർമ്മയുടെ ബാല്യകാലവും ആദ്യകാല വിദ്യാഭ്യാസവും മാവേലിക്കരയിൽ തന്നെയായിരുന്നു. അച്ചൻകോവിലാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മാവേലിക്കര കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചെറുപട്ടണമാണ്. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നാടകമായ പോളച്ചിറയ്ക്കൽ കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ എഴുതപ്പെട്ടത് മാവേലിക്കരയിലാണ്. AR രാജരാജവർമ്മയുടെ മാളവികാഗ്നിമിത്രം, ശാകുന്തളം, സ്വപ്നവാസവദത്തൻ തുടങ്ങിയ നാടകങ്ങളുടെ തർജ്ജമകളും ചാരുദത്തൻ എന്ന നാടകവും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. പൂവേലും പല പൊയ്കയും പുഴകളും തോട്ടങ്ങളും പൂണ്ടേഴും മാവേലിക്കര എന്നാണ് മഹാകവി കുമാരനാശാൻ മാവേലിക്കരയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. കെട്ടുകാഴ്ചയും തുള്ളലും കഥകളിയും നാടൻ കലകൾ ഒന്നിക്കുന്ന ഇടം. നാടകം മാത്രമല്ല, സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ചിത്രകലയുടെയും സാഹിത്യത്തിൻ്റെയും മഹത്തായ ഒരു പാരമ്പര്യം തന്നെ മാവേലിക്കരയ്ക്കുണ്ട്. ബാല്യകാലം മുതൽ തന്നെ അഭിനയത്തിലും സാഹിത്യത്തിലും കുമാരവർമ്മ തൽപരനായിരുന്നു. അഭിനയത്തിലും സാഹിത്യത്തിലുമുള്ള കുമാരവർമ്മയുടെ വാസന കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് അമ്മൂമ്മയുടെ ജ്യേഷ്ഠത്തി, സാഹിത്യകാരിയും വിദുഷിയുമായിരുന്ന ശ്രീമതി ഭാഗീരഥിയമ്മ തമ്പുരാനായിരുന്നു. അവർ തന്നെ എഴുതി പഠിപ്പിച്ച് അരങ്ങേറ്റം ചെയ്യിപ്പിച്ച ഒരു പാഠക അവതരണത്തോടെയായിരുന്നു കുമാരവർമ്മ അരങ്ങത്തേക്ക് കാൽവയ്ക്കുന്നത്. യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ടു ലക്ഷ്മി മൃദുർമുല പുണരും പത്മനാഭം ഭജേഥ. കുട്ടിക്കാലത്ത് തന്നെ മാവേലിക്കരക്കാരനായ നാടൻപാട്ട് കലാകാരൻ വെട്ടിയാർ പ്രേംനാഥിൻ്റെ നാടൻപാട്ടുകൾ കുമാരവർമ്മയെ സ്വാധീനിച്ചിരുന്നു. സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ കുമാരവർമ്മ ഈ പാട്ടുകൾ സമൂഹ നൃത്തമായി അവതരിപ്പിച്ചിരുന്നു. മാവേലിക്കരയിലെ സ്കൂൾ പഠനത്തിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പിൽ ജോലിയായിരുന്ന അച്ഛന് സ്ഥലമാറ്റമായതിനാൽ കുമാരവർമ്മ അച്ഛനോടൊത്ത് തൃശ്ശൂരിലേക്ക് പോയി. അവിടെ കേരളവർമ്മ കോളേജിൽ BSc സുവോളജിക്ക് ചേർന്നു. തൃശ്ശൂരിലെ സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും മുന്നിൽ നിന്നിട്ടുള്ള കേരളവർമ്മ കോളേജിലെ സാഹിത്യ സാംസ്കാരിക അന്തരീക്ഷം കുമാരവർമ്മയ്ക്ക് ഏറെ അനുകൂലമായിരുന്നു. ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ കാലത്ത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് പഠിക്കാൻ ഉപദേശിച്ചത് പ്രസിദ്ധ പാട്ടുകാരനായ അമ്മാവൻ മാവേലിക്കര പ്രഭാകരവർമ്മയായിരുന്നു. ഞാൻ കേരളവർമ്മ കോളേജിൽ പഠിച്ചത് 1961 മുതൽ 64 വരെയുള്ള സമയത്തായിരുന്നു. ശ്രീ കേരളവർമ്മ കോളേജിലെ എൻ്റെ ജീവിതം എൻ്റെ മാനസികമായിട്ടുള്ള വികാസത്തിന് വളരെയധികം കണ്ട്യൂസീവായിരുന്നു. അവിടെ സാഹിത്യം, കല ഇതെല്ലാം കേരളവർമ്മ കോളേജിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ആ കാലത്ത്. അവിടുത്തെ അധ്യാപകരും വളരെയധികം സ്റ്റുഡൻസിനോട്, വിദ്യാർത്ഥികളോട് വളരെയധികം അടുത്ത് പെരുമാറുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ കേരളവർമ്മ കോളേജിൽ പഠിക്കുമ്പോൾ പ്രശസ്തരായ പല എഴുത്തുകാരും ഉണ്ടായിരുന്നു. അതിൽ ചിലർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മകൻ ചങ്ങമ്പുഴ ശ്രീകുമാർ അന്ന് കവിതകൾ എഴുതുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഫോക്ലോറിസ്റ്റായ ചുമ്മാർ ചൂണ്ടൽ. അന്ന് വേറൊരു പ്രധാന കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യം ഒരു പുതിയ ദിശയിലേക്ക് തിരിയുന്ന സമയമായിരുന്നു അത്. അന്നാണ് മലയാളത്തിൽ പുതിയ എഴുത്തുകാർ വന്നു തുടങ്ങിയിരുന്നത്. കാക്കനാടൻ, MP നാരായണപിള്ള, M മുകുന്ദൻ, OV വിജയൻ ഇവരെല്ലാം അന്ന് കഥകൾ എഴുതി തുടങ്ങിയിരുന്നു.